വെൽക്കം ബാക്ക് ടു ഷിദാസ് ടോക്ക്. ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ്. ലെറ്ററും കോൺവെർസേഷനും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്ന ഭാഗത്തുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി. യങ് കലാം ഹാഡ് എ ഡിഫിക്കൽട്ട് ടൈം കളക്ടിങ് ന്യൂസ് പേപ്പർ ബണ്ടിൽസ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ സിൻസ് ദ ട്രെയിൻ ഡിഡിൻറ്റ് സ്റ്റോപ്പ്. കലാമിന് ട്രെയിൻ രാമേശ്വരം സ്റ്റോപ്പ് ചെയ്യാതിരുന്ന സമയത്ത് അവിടെ നിന്നും പേപ്പർ ബണ്ടിൽസ് കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് ആയിരുന്നു. Other residents of the village too found this inconvenient. ആ ഒരു പ്രദേശത്തുള്ള മറ്റ് താമസക്കാർക്കും ഈ ഒരു തടസ്സം വളരെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഇമാജിൻ ദാറ്റ് യങ് കലാം ടേക്സ് ദ ഇനീഷ്യേറ്റീവ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ ഡിവിഷണൽ മാനേജ് സദേൺ റെയിൽവേ റിക്വസ്റ്റിംഗ് ദം ടു റീഇൻസ്റ്റേറ്റ് ദ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. അപ്പം നിങ്ങൾ സങ്കല്പിക്കുക, കലാം എന്ത് ചെയ്യുന്നു? സദേൺ റെയിൽവേയിലെ ഡിവിഷണൽ മാനേജർക്ക് ഒരു ലെറ്റർ അയക്കുന്നു, രാമേശ്വരത്തുണ്ടായിരുന്ന ആ ഒരു സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ലെറ്റർ എഴുതാനാണ് ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഒരു ലെറ്റർ എങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പോൾ കൃത്യമായിട്ട് ഇതൊരു ഫോർമൽ ലെറ്ററാണ് അല്ലേ. ലെറ്റർ 2 വിഭാഗമാണുള്ളത്, ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എഴുതുന്നതാണ്. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഒഫീഷ്യൽസിന് എഴുതുന്ന കത്താണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഫോർമാലിറ്റീസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഒരു ഫോർമൽ ലെറ്ററിൽ ആദ്യം തന്നെ സെൻഡേഴ്സ് അഡ്രസ്സ്, അയക്കുന്ന ആളുടെ അഡ്രസ്സ് നമ്മൾ എഴുതുക, അതിനുശേഷം ഡേറ്റ് എഴുതുക, അതിനുശേഷം റെസിപ്പൻ്റ് അഡ്രസ്സ്, അതായത് ആർക്കാണോ നമ്മൾ അയക്കുന്നത് അവരുടെ അഡ്രസ്സ്, അതിനുശേഷം സാല്യൂട്ടേഷൻ ഒഫീഷ്യൽ ലെറ്ററിൽ ഇതേപോലെ തന്നെ ഡിയർ സാർ ഓർ മാഡം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയാൽ മതി. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മുടെ വിഷയം, എന്താണോ നമുക്ക് ആ ഒഫീഷ്യൽസിനെ അറിയിക്കാനുള്ളത്, അതാണ് ഇവിടെ സബ്ജക്റ്റായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ബോഡി, അതായത് ലെറ്ററിൻ്റെ ബോഡി പാർട്ട്, അത് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, മെയിൻ കണ്ടൻറ്റ്, കൺക്ലൂഷൻ. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ മീൻസ് ഒരു എൻഡിങ് കൊടുക്കുക. നമ്മൾ കത്തെഴുതുന്നതിന് ഒരു എൻഡിങ് കൊടുക്കുക, അതിൻ്റെ താഴെ കത്തയക്കുന്ന ആളുടെ സൈനും പേരും. ഇതാണ് ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാലിറ്റീസ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ റോഡ് ടു മുസോറി വാസ് ബ്ലോക്ക്ഡ് due to landslide and the passengers had to face a lot of hardship. ഇത് നമ്മുടെ ഫസ്റ്റ് ലെസണിൻ്റെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഫോർമൽ ലെറ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മുസോറിയിലുള്ള റോഡൊക്കെ മണ്ണിടിച്ചൽ കാരണം ബ്ലോക്കായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സ്, യാത്രക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. One of the passengers decided to write a letter to the road transport authority requesting them to clear the road. അപ്പോൾ അതിലുള്ള ഒരു യാത്രക്കാരൻ എന്ത് ചെയ്തു? റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് ഒരു ലെറ്റർ അയക്കുകയാണ്, ആ ഒരു റോഡ് ക്ലിയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു ലെറ്ററാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ആ ഒരു ലെറ്റർ ഒന്ന് എഴുതി നോക്കാം. ഒരു ഫോർമൽ ലെറ്റർ തയ്യാറാക്കേണ്ട യഥാർത്ഥ രൂപം കൃത്യമായി നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓഫീസിൽ, അതായത് ഔദ്യോഗികമായിട്ട് എഴുതുന്ന കത്താണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ സെൻഡേഴ്സ് അഡ്രസ്സ്, എഴുതുന്ന ആളുടെ അഡ്രസ്സ് പേരെഴുതാതെ കൊടുക്കുക. ഞാനിവിടെ 1, 2, 3 ഹിൽ വ്യൂ അപ്പാർട്ട്മെൻറ്റ്സ്, മുസോറി, ഉത്തരാഖണ്ഡ് എന്നുള്ള ആ ഒരു അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നമ്മൾ ഡേറ്റാണ് എഴുതേണ്ടത് അല്ലേ. ഞാൻ ഇവിടെ 1 മാർച്ച് 2025 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആർക്കാണോ നമ്മൾ അയക്കുന്നത് ആ ഓഫീസറുടെ അഡ്രസ്സാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അതിവിടെ ഞാൻ ദ ഓഫീസർ ഇൻചാർജ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മുസോറി ഉത്തരാഖണ്ഡ്, ആ രീതിയിൽ അയക്കുന്ന ആളുടെ അഡ്രസ്സും എഴുതിയിട്ടുണ്ട്. അതിനുശേഷം സാല്യൂട്ടേഷനാണ് ഡിയർ സാർ ഓർ മാഡം, ആ രീതിയിൽ നമുക്ക് സാല്യൂട്ടേഷനും തയ്യാറാക്കാം. അതിനുശേഷം സബ്ജക്റ്റ്, എന്താണ് നമ്മൾ എഴുതാൻ പോകുന്ന വിഷയം എന്നുള്ളത്.
റിക്വസ്റ്റ് ടു ക്ലിയർ ദ റോഡ് ബ്ലോക്ക്ഡ് ബൈ ലാൻഡ് സൈഡ്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ. മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡ് തടസ്സപ്പെട്ടത് നീക്കം ചെയ്യണമെന്ന അഭ്യർത്ഥന. ആ രീതിയിൽ നമ്മൾ ഈ ഒരു ലെറ്ററിൻ്റെ ആദ്യ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോഡി പാർട്ടാണ് എഴുതേണ്ടത്. ഇനി ആ കത്തിൻ്റെ ഉള്ളടക്കത്തെ നമ്മൾ 3 പാർട്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, മെയിൻ പാർട്ട്, പിന്നെ കൺക്ലൂഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താണ് എഴുതുന്നത്? I am writing this letter to inform you that the road to Mussoorie is blocked because of a landslide. മണ്ണിടിച്ചിലിനെ തുടർന്ന് മുസോറിയിലേക്കുള്ള റോഡ് തടസ്സപ്പെട്ടിരിക്കുന്നത് അറിയിക്കുന്നതിനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. Many people are facing difficulties because they cannot travel easily. ഇതുമൂലം നിരവധി ആളുകൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. The rocks and soil on the road have stopped vehicle from passing. റോഡിൽ വീണ മണ്ണും കല്ലുകളും വാഹനഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുന്നു. Students, workers, local people and tourists are suffering because there is no other road. വിദ്യാർത്ഥികളും തൊഴിലാളികളും നാട്ടുകാർ, വിനോദസഞ്ചാരികൾ എന്നിവരെല്ലാം തന്നെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കാരണം അവിടെ മറ്റൊരു അതിന് പകരമുള്ള റോഡില്ല. I kindly request you to remove the debris and make the road safe again. അതിനാൽ റോഡിലുള്ള ആ ഒരു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് യാത്ര സുരക്ഷിതമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദിസ് വിൽ ഹെൽപ്പ് ദ പീപ്പിൾ ആൻഡ് മേക്ക് ട്രാവൽ ഈസിയർ. അത് ജനങ്ങൾക്ക് വളരെ ഈസിയായി യാത്ര ചെയ്യുന്നതിന് സഹായകരമാകും. ഐ ഹോപ്പ് യു വിൽ ടേക്ക് നെസസറി ആക്ഷൻ സൂൺ. അത് ആ ഒരു കത്തിൻ്റെ കൺക്ലൂഷനിലായിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അല്ലേ. എത്രയും വേഗം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു എൻഡിങ്ങിലേക്കാണ് പോകുന്നത് അല്ലേ. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ, സിഗ്നേച്ചർ, നെയിം. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ST എന്നിട്ടിട്ട് അതിൻ്റെ താഴെ ആരാണോ കത്തയക്കുന്നത് അവരുടെ പേരെഴുതാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ തന്നെ ഈ ഒരു ഫോർമാറ്റ് തന്നെ നമ്മൾ പിന്തുടർന്നാൽ മതിയാകും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫോർമൽ ലെറ്റർ എഴുതുന്നത്. ഇനി നമുക്ക് ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോൺവെർസേഷനാണ്. ഷംസുദ്ദീനും കലാമും തമ്മിൽ നടത്തുന്ന കോൺവെർസേഷനാണ്. അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഷംസുദ്ദീൻ ഓഫേഴ്സ് യങ് കലാം ദ ജോബ് ഓഫ് കളക്ടിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. ഷംസുദ്ദീൻ എന്ത് ചെയ്യാണ്? കലാമിന് ഒരു ജോലി ഓഫർ ചെയ്യാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ പേപ്പർ കളക്ട് ചെയ്ത് ആ ഒരു പ്രദേശത്ത് വിതരണം ചെയ്യുക എന്നുള്ളത്. ഹി റെഡ്ലി എഗ്രീസ് ടു ദിസ്. അപ്പോൾ കലാം എന്ത് ചെയ്തു? ആ ഒരു ജോലി ആവേശപൂർവ്വം ഏറ്റെടുത്തു. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതേണ്ടത്. നമുക്ക് ആ ഒരു കോൺവെർസേഷൻ എഴുതി നോക്കാം. ഷംസുദ്ദീൻ: കലാം, I have a job for you. The train brings newspapers every day. Can you collect them and give them to the people? അപ്പോൾ ഷംസുദ്ദീൻ കലാമിനോട് പറയാണ്, കലാം, നിനക്കായിട്ടൊരു ജോബുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ട്രെയിൻ പത്രങ്ങൾ കൊണ്ടുവരും, ന്യൂസ് പേപ്പേഴ്സ് കൊണ്ടുവരും. അവ ശേഖരിച്ച് നിനക്ക് ആളുകൾക്ക്, ആ പ്രദേശത്തുള്ളവർക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കലാം പറയാണ്, യെസ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ആം ഹാപ്പി ടു ഹെൽപ്പ്. അപ്പോൾ കലാം പറയാണ്, യെസ്, ഞാൻ ആ ജോലി ചെയ്യാം, നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഷംസുദ്ദീൻ വീണ്ടും പറയാണ്, ഗുഡ്, യു മസ്റ്റ് ബി കെയർഫുൾ ആൻഡ് ഡെലിവർ ദ ന്യൂസ് പേപ്പർ ഓൺ ടൈം. അപ്പോൾ ശ്രദ്ധയോടെ നീ ചെയ്യണം, പത്രങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിക്കണം എന്ന് പറഞ്ഞു. കലാം: ഡോണ്ട് വറി, ഐ വിൽ ഡു മൈ വർക്ക് കെയർഫുള്ളി. അപ്പോൾ അതിന് കലാം എന്ത് മറുപടി പറയാണ്? ഞാൻ എന്ത് ചെയ്തോളാം, നല്ല ശ്രദ്ധയോടുകൂടി ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞു. ഷംസുദ്ദീൻ: യു വിൽ ഓൾസോ ഗെറ്റ് സം മണി, ഇറ്റ് വിൽ ഹെൽപ്പ് യുവർ ഫാമിലി. ഈ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ നിനക്ക് കുറച്ച് പണം നൽകും, അത് വെച്ചിട്ട് നിനക്ക് നിൻ്റെ കുടുംബത്തിനെ സഹായിക്കാൻ കഴിയുമെന്ന് ഷംസുദ്ദീൻ പറഞ്ഞു. കലാം: ഐ ഓൾസോ വാണ്ട് ടു ഹെൽപ്പ് മൈ ഫാമിലി, ഐ വിൽ വർക്ക് ഹാർഡ്. അപ്പോൾ കലാം എന്താ പറയുന്നത്? എനിക്ക് എൻ്റെ കുടുംബത്തെ സഹായിക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും? കഠിനമായി പരിശ്രമിക്കും.
ഷംസുദ്ദീൻ വെരി ഗുഡ് ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് യുവർ സ്റ്റഡീസ്. അപ്പോൾ ഷംസുദ്ദീൻ എന്ത് പറയാ, ഒരു അഡ്വൈസായിട്ട് പറയണല്ലേ, അത് ജോലി ചെയ്യുന്നത്, കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ നിൻ്റെ സ്റ്റഡീസ്, പഠനം എന്ത് ചെയ്യരുത്, നീ മറക്കരുത് എന്ന് ഷംസുദ്ദീൻ അഡ്വൈസ് ചെയ്യാണ്. അപ്പോൾ കലാം എന്ത് പറയുന്നു, ഐ വിൽ സ്റ്റഡി വെൽ ആൻഡ് ഡു ദ വർക്ക് ടു. ഞാൻ നന്നായി പഠിക്കുകയും കൂടെ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും. ഷംസുദ്ദീൻ ദ ട്രെയിൻ കംസ് ഏർലി, ബി അറ്റ് ദ സ്റ്റേഷൻ ഓൺ ടൈം. അപ്പോൾ ഷംസുദ്ദീൻ പറയാണ്, ട്രെയിൻ നേരത്തെ വരും, നീ കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ സ്റ്റേഷനിൽ ഉണ്ടാവണം. കലാം ഐ വിൽ റീച്ച് ദ സ്റ്റേഷൻ ഏർലി, ഞാൻ സ്റ്റേഷനിൽ നേരത്തെ തന്നെ എത്തിക്കോളാം. ഷംസുദ്ദീൻ ഐ ആം ഷുവർ യു വിൽ ഡു എ ഗുഡ് ജോബ്. അപ്പോൾ ഷംസുദ്ദീൻ പറയാണ്, എനിക്ക് ഉറപ്പുണ്ട് നീ ഈ ജോലി നന്നായി തന്നെ ചെയ്യുന്നു. അപ്പോൾ കലാം അതിന് തിരിച്ച് എന്ത് പറയാണ്, താങ്ക് യു പറയാണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ കോൺവെർസേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോൺവെർസേഷൻ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് ക്ലാസ്സുകൾ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന ഓപ്ഷൻ ലഭ്യമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൊമൻ്റായി അറിയിക്കുക. നമുക്ക് ഇതിലുള്ള മറ്റ് ആക്ടിവിറ്റിയുമായി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.